ആ തെരഞ്ഞെടുപ്പിലാണ് 17-17 എത്തി ഒപ്പത്തിനൊപ്പെത്തിയത്. അത് പെരിന്തൽമണ്ണ നഗരസഭയുടെ ആദ്യത്തെ ഒരു ചരിത്രമാണ്. ഒപ്പത്തിനൊപ്പം എത്താൻ നേതൃത്വം കൊടുത്ത വലിയ പങ്കുവഹിച്ച ഒരാളാണ്. കോവിലകമ്പടി പെരിന്തൽമണ്ണ നഗരസഭയിലെ കോവിലകമ്പടി നേരെ പോയാൽ കോവിലകമ്പടിയാണ്, ഇങ്ങോട്ട് പോയാൽ നഗരത്തിലേക്ക് പോകാം. ഒരു 15 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, അതിനപ്പുറം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇവിടുത്തെ ഒരു കൗൺസിലർ ആയിരുന്ന ഒരു പ്രമുഖ ഈ പെരിന്തൽമണ്ണക്കാർ അറിയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ സഹധർമ്മിണിക്ക് കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട നഗരസഭ അധ്യക്ഷ സ്ഥാനം ഉണ്ടായിരുന്നു. ആ സ്ഥാനം സ്വന്തം ഭാര്യയ്ക്ക് നേടിക്കൊടുക്കുക എന്നല്ല, പാർട്ടിക്ക് നേടിക്കൊടുക്കുക, UDF നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ അതിനുശേഷം കഠിനമായി പ്രവർത്തിച്ച ഈ പെരിന്തൽമണ്ണക്കാരുടെ ഏതാവശ്യങ്ങൾക്കും ഒപ്പം ഉണ്ടാകാറുള്ള ഒരാളുടെ വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒരുപക്ഷെ ആ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ആ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം ഇന്ന് അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയിലൂടെ നേടിയിരിക്കുന്നു. നാടിന്റെ ആഗ്രഹമായിരുന്നു, നാട്ടുകാരുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. പല നാട്ടുകാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അദ്ദേഹത്തിന്റെ വീട് വരെ ഒന്ന് പോകാം. കോവിലകമ്പടിയിലെ ഈ വാർഡിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ജയിച്ചത്. കാലങ്ങളായി അദ്ദേഹവും ഈ വാർഡിൽ നിന്നാണ് ജയിച്ച് നഗരസഭയുടെ കൗൺസിലർ ആവാറുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ വീട് വരെ ഒന്ന് പോയിട്ട്. അപ്പൊ നമ്മള് കോവിലകമ്പടിയില് ഞാൻ നേരത്തെ പറഞ്ഞ ആ നഗരസഭയിലെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ആളുടെ വീടിനടുത്തേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ ഈ നാട്ടുകാർ പലരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഏതാവശ്യത്തിനും ഏത് പാതിരാത്രിയിലും വിളിച്ചാൽ ഞങ്ങൾക്ക് ഓടിയെത്താൻ ഒരാളുണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെയാണ് ആ കുടുംബം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം, ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ആളെ ഈ പെരിന്തൽമണ്ണക്കാരറിയും. വർഷങ്ങളായി ഈ പെരിന്തൽമണ്ണയിലെ കൗൺസിലർ ആയിരുന്നു. മാത്രമല്ല സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലൊക്കെ നിറസാന്നിധ്യമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏതൊരാവശ്യങ്ങൾക്കും ഈ നാട്ടുകാർ, ഒരുപക്ഷെ ഈ നാട്ടിലുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, ഇടതുപക്ഷക്കാർ പോലും പറയും വലതുപക്ഷത്തെ ഇടതുപക്ഷ മനസ്സുള്ളയാളെന്ന്. അപ്പൊ അദ്ദേഹത്തിനെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. അദ്ദേഹത്തിന്റെ വീട്ടിലാണുള്ളത്. പച്ചേരി സുരയ്യ ഫാറൂഖ്. പെരിന്തൽമണ്ണക്കാർക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞ ആള് ഇദ്ദേഹമാണ്. നാട്ടുകാരോട് ചോദിച്ചപ്പോ നാട്ടുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഏത് സമയത്തും വന്നാലും എന്താവശ്യങ്ങൾക്ക് വന്നാലും ഓടിയെത്താൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, എപ്പോഴും അങ്ങനെ തന്നെയാണെന്ന്. പച്ചേരി ഫാറൂഖിനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആണ്. മാത്രമല്ല അദ്ദേഹത്തിന് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. അദ്ദേഹം ഈ നാട്ടുകാർ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ, ഇടതുപക്ഷക്കാർ പറഞ്ഞ പോലെ UDF ഇടതുപക്ഷ മനസ്സുള്ള ഒരാളെന്ന് പറയും. അതായത് എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരാള്. പച്ചേരി ഫാറൂഖ്, താങ്കളുടെ നാട്ടിൽ വന്ന് ഞങ്ങൾ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഓടിയെത്താൻ ഒരു സ്ഥലം. ഈ കോവിലകം വാർഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, UDF മുസ്ലിം ലീഗിന്റെ കോട്ട എന്നതിലപ്പുറം പച്ചേരി ഫാറൂഖിന്റെ സേവനത്തിന് ജനങ്ങൾ കൊടുക്കുന്ന ഒരു അംഗീകാരമാണെന്ന് പറയുന്നു. എന്താണ് ഈ നാട്ടുകാരുടെ ഈ ഇത്രയും സ്നേഹത്തിന്റെ കാരണം? പെരിന്തൽമണ്ണ നഗരസഭയിലെ ഒരു 45 കൊല്ലം മുമ്പ് ഒരു CPM ഉരുക്ക് കോട്ടയായിരുന്നു പെരിന്തൽമണ്ണ പാതാക്കര വില്ലേജ്. ആ വില്ലേജിലെ ഒരു പ്രധാന കേന്ദ്രമാണ് പാതാക്കര കോവിലകമ്പടി. ഞാനൊരു 40-45 വർഷമായി ഈ പ്രദേശത്ത് ഒരു സോഷ്യൽ വർക്ക് രംഗത്ത്, പൊതുരംഗത്ത് പ്രവർത്തിച്ചു വരികയാണ്. എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് തുടക്കം കുറിച്ചതാണ്. ഇന്ന് 60 വയസ്സ് പൂർത്തിയായി. ഏകദേശം 45 വർഷത്തിലധികമായി ഈ പ്രദേശത്തും പെരിന്തൽമണ്ണയിലും പ്രത്യേകിച്ച് ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിനകം 14 വീടുകൾ ഈ പ്രദേശത്ത് മുസ്ലിം ലീഗിന്റെ കീഴിൽ, പാർട്ടിയുടെ കീഴിൽ അതിന് മുഖ്യ നേതൃത്വം വഹിച്ചുകൊണ്ട് തന്നെ വീടുകൾ പൂർത്തിയാക്കി. 14 കുടുംബങ്ങൾക്ക് ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ പ്രസ്ഥാനത്തിലൂടെ അതിന് മുന്നിൽ നിന്നുകൊണ്ട് നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു ചാരിതാർത്ഥ്യമാണ്. അതേപോലെ തന്നെ ഈ പ്രദേശത്തെ പാവപ്പെട്ട ആളുകൾ, അവർക്ക് ആശ്വാസം പകരുന്ന ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് ചികിത്സാ രംഗത്ത് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കലാകായിക രംഗത്തും ഇവിടെ CH കലാസമിതി ഉണ്ട്, 35 വർഷം മുമ്പ് രൂപം കൊടുത്തതാണ്.
ഈ കുട്ടികളെ കലാരംഗത്ത് കായിക രംഗത്ത് വളർത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ പ്രസ്ഥാനത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാൻ മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ ഒരു ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലാണ് 16 കൊല്ലം മുമ്പ് ജില്ലാ ആശുപത്രി, പെരിന്തൽമണ്ണ അന്ന് താലൂക്ക് ആശുപത്രിയാണ്, ആ താലൂക്ക് ആശുപത്രിയിലെ നോമ്പ് കാലത്ത് ഒരു മാസക്കാലം വിഭവ സമൃദ്ധമായ നോമ്പുതറ സംഘടിപ്പിക്കാൻ അന്ന് എനിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണയിലെ ഒരു കാതർലി സ്പോർട്സ് ക്ലബിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് പെരിന്തൽമണ്ണ കാതർലി സ്പോർട്സ് ക്ലബിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ആ ക്ലബിന്റെ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ പെരിന്തൽമണ്ണയിലെ ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി ഒട്ടനവധി ആളുകൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും. കേരളത്തിൽ ആദ്യമായി വിദേശത്ത് ടൂർണമെന്റ് നടത്തിയ ഒരു ചരിത്രവും പെരിന്തൽമണ്ണയിലെ കാതർലി സ്പോർട്സ് ക്ലബിന് മാത്രം. ഞാൻ ഒന്ന് ഇടപെടട്ടെ. അതായത് സാമൂഹ്യ രംഗത്ത്, ജീവകാരുണ്യ രംഗത്ത്, കായിക രംഗത്ത് എല്ലാ മേഖലയിലും താങ്കളുടെ സാന്നിധ്യം ഈ പെരിന്തൽമണ്ണയിലുണ്ട്. പിന്നെ മുസ്ലിം ലീഗിന്റെ ഭാരവാഹിയായിരുന്ന കാലത്ത് ഒരു പക്ഷേ നാട്ടുകാരെന്നോട് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന് അദ്ദേഹത്തിന് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇടക്കാലത്ത് ചെറിയ അതായത് എന്താ പറയാ, താഴ്ത്താനും ഒക്കെ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴും സ്വന്തം പ്രയത്നം കൊണ്ടും ജനങ്ങളുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ടും വീണ്ടും ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ ഒരാളാണ് പച്ചേരി ഫാറൂഖ്. നാട് ഒരുപാട്, ഈ ജനങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ പച്ചേരി ഫാറൂഖിന് അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടേണ്ട ഒരു സ്ഥാനം പച്ചേരി ഫാറൂഖിന്റെ സഹധർമ്മിണിക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് ഈ നാട് ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയാണ് നാട്ടുകാർ ഞങ്ങളോട് പറഞ്ഞത്. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 ടൈം പെരിന്തൽമണ്ണ നഗരസഭയിൽ കൗൺസിലറായിരുന്നു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ 2 ടൈം പ്രസിഡന്റുമായി ഇരുന്നിട്ടുണ്ട്. അതൊക്കെ ഈ പ്രസ്ഥാനം കൊണ്ട് എനിക്ക് നേടാൻ കഴിഞ്ഞാണ്. ഇതിലപ്പുറത്തേക്ക് ഒരു ആഗ്രഹം എന്നിലില്ല. കാരണം അത്രമാത്രം വളർന്ന ഒരു നേതാവായിട്ട് ഞാൻ കാണുന്നില്ല. ജനങ്ങൾ കാണുന്നുണ്ടായിരിക്കാം, അത് അവരുടെ സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ എനിക്ക് അർഹതപ്പെട്ടത് ഈ പെരിന്തൽമണ്ണയിൽ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നുകൊണ്ട് എന്റെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെ അത് എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. മറ്റാർക്കും നേടാൻ കഴിയാത്ത ഒട്ടനവധി പദവികൾ എന്നെ തേടി എത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ പദവികളുടെ പിന്നാലെ ആരുടെയും പിറകിൽ അതിനു വേണ്ടിങ്ങാണ്ട് പോയിട്ടില്ല എന്നുള്ളതും അത് ഒരു എന്നെ സംബന്ധിച്ച് അഭിമാനത്തിന് വക നൽകുന്നുണ്ട്. എന്നെ പദവികളൊക്കെ തേടി എത്തിയതാണ് എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി എവിടെയും പറയാൻ കഴിയും. ഒപ്പം തന്നെ ഈ പാതായിക്കരയിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവിടേക്ക് വരിക, എന്റെ നാട്ടിലേക്ക് വരിക. എന്റെ നാടാണ് പച്ചേരി ഫാറൂഖ് എന്ന വ്യക്തിയെ ഉയരത്തിലെത്തിയിട്ടുള്ളത്. അവരുടെ പിന്തുണയും തുറന്ന മനസ്സോടുള്ള സപ്പോർട്ടാണ്. അതിനൊരു അവസാന ഉദാഹരണമാണ് കഴിഞ്ഞ ടൈം എന്നെ 4ാം ടൈം മത്സരിച്ചപ്പോ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത്. ആ സമയത്ത് ഞാൻ ഇവിടെ സ്വതന്ത്രമായിട്ട് മത്സരിക്കാണ്. ഒരു പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയായിട്ടല്ല ഞാൻ മത്സരിച്ചത്. അന്ന് ഇവിടെ ഞാൻ വളർത്തി ഉണ്ടാക്കിയ ഈ CPM കോട്ടയിൽ പാർട്ടി ഉണ്ടാക്കി വളർത്തി കൊടുക്കുന്നത് ഞാനാണ്. ആ പ്രസ്ഥാനത്തിന്റെ ആള് കോണിച്ചിഹ്നത്തിൽ ഇവിടെ മത്സരിച്ചു. ഒപ്പം തന്നെ CPMന്റെ പ്രബലനായ സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായി, BJPയുടെ സ്ഥാനാർത്ഥി ഉണ്ടായി. ഈ 4 സ്ഥാനാർത്ഥികളിടയിൽ നിന്ന് എന്റെ പ്രദേശത്ത് നിന്ന് 213 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എനിക്ക് ഇവിടെ ജയിക്കാൻ കഴിഞ്ഞു. ഒറ്റക്ക് നിന്ന് ജയിക്കാൻ കഴിഞ്ഞെങ്കിൽ അതെന്റെ നാട്ടുകാരാണ്. ആ നാട്ടുകാർക്ക് ഞാൻ കഴിഞ്ഞ കാലത്ത് ചെയ്ത സേവനം തന്നെയാണ്. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ 45 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു സാമ്പത്തിക ക്രമക്കേട് എന്നെ കുറിച്ച് സത്യസന്ധമായി ആരോപിക്കാൻ ഒരാളെ കൊണ്ട് കഴിയില്ല എന്ന് എനിക്ക് അടിവരട്ട് പറയാൻ കഴിയും. നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യനെ കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ പൊതുരംഗത്ത് പ്രവർത്തിച്ചത്. അത് എൻ്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ടൈം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഞാൻ ഇവിടെ കൗൺസിലറായിട്ട് ജയിച്ചു. 5 കൊല്ലം ഇവിടെ സേവനം. ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഏറ്റവും വലിയ വാർഡ്, ഏറ്റവും വലിയ ജനസംഖ്യയുള്ള വാർഡ്. ഇവിടെ സമ്പൂർണ്ണ വികസനം നടപ്പിലാക്കാൻ പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട MLAയുടെ MP യുടെ ഒക്കെ ഫണ്ട് ഉപയോഗിച്ച് എനിക്ക് ഇവിടെ സമ്പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതും അത് എന്നോടുള്ള ബന്ധത്തിന്റെ കൂടെ. ഒപ്പം തന്നെ കഴിഞ്ഞ ഒറ്റക്ക് നേടിയ വിജയത്തിന്റെ കൂടെ ഞാൻ പാർട്ടിയിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടില്ല. ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയത്താണ് എൻ്റെ ഉമ്മാടെ 4 സെന്റ് ഒരു സ്ഥലം പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയിൽ നിന്ന് പുറത്തായ സമയത്ത്, അത് ചരിത്രമാവും ചിലപ്പോൾ, പാർട്ടിയിൽ നിന്ന് പുറത്തായ സമയത്ത് എൻ്റെ ഉമ്മാടെ 4 സെന്റ് സ്ഥലം ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് വാങ്ങി 35 ലക്ഷം രൂപ ചെലവഴിച്ചോടെ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ചിലപ്പോൾ ഇത്ര ആധുനിക സംവിധാനത്തിൽ ഓഫീസ് സംവിധാനം പാർട്ടിക്ക് ഉണ്ടാവില്ല.
വലിയൊരു ഓഫീസ് കെട്ടിടം ഇവിടെ ഉണ്ടാക്കി അത് ഉദ്ഘാടനം ചെയ്യാം, അതിന് 99% നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതും എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങളും സന്തോഷം നൽകുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് എപ്പോഴും ഓടിയെത്താൻ ഒരു സ്ഥലമുണ്ട്. ഫാറൂഖ് കാക്കാട് വീട് എന്നൊക്കെ പറഞ്ഞവരുണ്ട്, പച്ചേരി ഫാറൂഖിന്റെ വീട് എന്ന് പറഞ്ഞവരുണ്ട്. ഒരുപക്ഷെ ഇദ്ദേഹം തന്നെ പല പ്രാവശ്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമുണ്ട്, മരിക്കുന്നതിന് മുമ്പ് ഈ നഗരസഭയിലെ UDF മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന UDF അധികാരത്തിൽ എത്തണമെന്ന എൻ്റെ ഒരു സ്വപ്നമാണെന്ന്. ആ സ്വപ്നത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. ഇത്തവണ കൺവീനർ ആക്കുമ്പോഴും നേതൃത്വം ഉറപ്പായിട്ടും ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടാവണം, അദ്ദേഹത്തിന്റെ സ്വപ്നം മാത്രമല്ല നാടിന്റെ സ്വപ്നവും സഫലമാവണമെന്ന്. ചെയർപേഴ്സൺ വരെയായി പച്ചേരി ഫാറൂഖിന്റെ സഹധർമ്മിണി ഈ നാട്ടുകാരെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. ആ സ്വപ്നം സഫലമായപ്പോ അദ്ദേഹത്തിന്റെ സ്വപ്നം കൂടിയാണ് സഫലമായത് എന്ന് തോന്നുന്നു. നല്ല സന്തോഷം തോന്നുന്നു. പിന്നെ ഞാൻ കണ്ടു വളർന്നതാണല്ലോ മൂപ്പരുടെ സേവന പ്രവർത്തനങ്ങളൊക്കെ. പിന്നെ അതില് ജീവകാരുണ്യ പ്രവർത്തനമാണെങ്കിലും എന്ത് പ്രവർത്തനങ്ങളാണെങ്കിലും ജനങ്ങൾ വന്ന് പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിച്ചുകൊണ്ട് മൂപ്പര് എല്ലാ പ്രവർത്തനങ്ങളും മുന്നിട്ട് ഇറങ്ങി ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഞാൻ കണ്ടു വളർന്നതാണ്. എന്റെ അനുഭവമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. മൂപ്പരുടെ പ്രവർത്തനങ്ങൾ കണ്ട് ഏത് രംഗത്താണെങ്കിലും അത് കണ്ടു വളർന്ന ഒരു അനുഭവം എനിക്കുണ്ട്. അതിൽ സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് ചെയർപേഴ്സൺ ആയതിൽ സന്തോഷം തോന്നുന്നു. മൂപ്പര് രാവും പകലും ഓടി നടന്ന് പിന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഞാൻ ഒരുപാട് കണ്ടതാണ്. രോഗത്തിൽ കിടക്കുന്ന ആളുകൾക്ക് അവർക്കുള്ള സഹായധനം എത്തിച്ചു കൊടുക്കുക, ഒരു കോവിഡ് കാലത്ത് മരുന്ന് വേണ്ടവർക്ക് മരുന്ന്, ആഹാരം വേണ്ടവർക്ക് ആഹാരം, അതുപോലെ തന്നെ മരണാനന്ത ക്രിയ പോലും മരിച്ചവർക്ക് വേണ്ടിയുള്ള അതുപോലും ചെയ്തു കൊടുത്തിട്ടുള്ള നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. 2010 അന്ന് ഞാൻ മുനിസിപ്പൽ ലീഗിന്റെ സെക്രട്ടറിയാണ്, മുനിസിപ്പൽ UDFന്റെ കൺവീനറാണ്. അന്ന് തെരഞ്ഞെടുപ്പിന് ലീഡ് ചെയ്തത് ഞാനാണ്. അന്ന് ബഹുമാനപ്പെട്ട ദിവാകരൻ ചെയർമാനായിരുന്ന സ്ഥാനത്ത് ഇതേപോലെ വാർഡ് വിഭജനം നടത്തി 24 വാർഡ് അവർക്ക് ജയിക്കേണ്ട രീതിയിൽ ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പിനാണ് അന്ന് ഞങ്ങൾ അഭിമുഖം. ഞാൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത്, കൺവീനർ ആയിരുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പിലാണ് 17-17ലേക്ക് എത്തി ഒപ്പത്തിനൊപ്പെത്തിയത്. അത് പെരിന്തൽമണ്ണ നഗരസഭയുടെ ആദ്യത്തെ ഒരു ചരിത്രമാണ്. ഒപ്പത്തിനൊപ്പി എത്താൻ നേതൃത്വം കൊടുത്ത വലിയ പങ്കുവഹിച്ച ഒരാളാണ്. അന്ന് ഞാൻ കൗൺസിലറാണെന്ന് ഭാര്യ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് പാതായിക്കര സ്കൂൾ പടിയിൽ നിന്ന് അവരെ കോട്ടയിൽ നിന്ന് കോട്ട പിടിച്ചെടുത്തിട്ടാണ് ഭാര്യ അന്ന് ജയിച്ചു പോരുന്നത്. അന്ന് തെരഞ്ഞെടുപ്പ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരം വരികയാണ് 17-17 എന്നത്. അന്ന് മുസ്ലിം ലീഗും UDFും അന്ന് തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണമാണ്. അന്ന് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വന്ന് നിയോഗിച്ചത് അന്ന് എന്റെ ഭാര്യയായ ഇന്ന് ചെയർപേഴ്സണായ സുരയ്യ ഫാറൂഖിനെയാണ്. അന്ന് നറുക്കെടുപ്പില് ഭാഗ്യവശാൽ നറുക്കെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ ആ ചെയർപേഴ്സൺ അതൊരു അഭിമാനമാണ്. എന്തുകൊണ്ടും അതൊരു ചരിത്രമാണ്. അത് തിരിച്ചു പിടിക്കാൻ നമ്മുടെ ഈ നാട്ടുകാരുടെ ഒരു സ്വപ്നം ഞാനാകുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് എനിക്കാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്റെ ഭാര്യയുടെ അന്ന് 2010 നഷ്ടപ്പെട്ട ആ ചെയർപേഴ്സൺ എന്ന സ്വപ്നം അത് 2025 ഞാൻ തന്നെ നേതൃത്വം കൊടുത്തിട്ട് ഞാൻ ബഹുമാനപ്പെട്ട MLAയും ബാബുരാജിന്റെയും ഞങ്ങളുടെ 3 ആളുടെയും നേതൃത്വത്തിൽ, ഞാനെന്ന് പറയുന്നില്ല, ഞങ്ങളുടെ നേതൃത്വത്തിൽ UDFന്റെ ഒരു കൺവീനർ എന്ന പടിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട MLA ബാബുരാജ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. ഞാൻ എന്റെ കർത്തവ്യം കൃത്യമായിട്ട് നിറവേറ്റി എന്നുള്ളത്. അതിലൂടെ ഈ നഗരസഭ ഇപ്രാവശ്യം ഞങ്ങൾക്ക് 21-16ലേക്ക് ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പെരിന്തൽമണ്ണ നഗരസഭ 40 കൊല്ലത്തെ ഈ UDFന്റെ പ്രവർത്തകരുടെ കാത്തിരിപ്പാണ്. ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിലൂടെ എന്റെ ഭാര്യ പെരിന്തൽമണ്ണ നഗരസഭയുടെ ചെയർപേഴ്സണായി എന്നുള്ളതും എന്നെ സംബന്ധിച്ചും ഈ നാട്ടുകാരെ സംബന്ധിച്ചും പെരിന്തൽമണ്ണയിലെ UDFന്റെ ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചും അഭിമാന നിമിഷമാണ്. അത് കൃത്യമായിട്ട് പെരിന്തൽമണ്ണയിലെ ജനങ്ങൾക്ക് അവരുടെ സംതൃപ്തിക്കനുസരിച്ച് ഞങ്ങൾ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 30 കൊല്ലം അവർക്ക് ചെയ്യാൻ കഴിയാത്തത് നടപ്പിലാക്കാൻ പരമാവധി ഞങ്ങൾ പരിശ്രമിക്കും, അതിൽ വിജയം കാണും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസവും കടമയും. ആ കടമ ഞങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാം. ഒരുപക്ഷെ 2010 ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ 2010 കപ്പിനും ചുണ്ടിനും ഇടയിൽ ചെയർപേഴ്സൺ സ്ഥാനം നഷ്ടപ്പെടുക എന്ന് പറയാ. അങ്ങനെ അതിനുശേഷം അവർ കാത്തിരുന്നു, വർഷങ്ങളോളം കാത്തിരുന്നു. ആ കാത്തിരിപ്പിനൊടുവിലാണ് 2025 UDF അധികാരത്തിലെത്തിയപ്പോൾ അന്നത്തെ ആ സംഭവത്തിനൊക്കെ പിന്നീടുള്ള ഒരു മധുര പ്രതികാരം എന്നൊക്കെ പറഞ്ഞു പോവാം നമുക്ക് വേണമെങ്കിൽ. അദ്ദേഹത്തിന്റെ പച്ചേരി ഫാറൂഖിന്റെ ഭാര്യ പച്ചേരി സുരയ്യ ഫാറൂഖ് പെരിന്തൽമണ്ണ നഗരസഭയുടെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെടുക ഈ നാട് ആഗ്രഹിച്ചിട്ടുണ്ടാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരുപക്ഷെ
അന്ന് സാധിക്കാത്തത് ഇന്ന് ഭാര്യയിലൂടെ, അദ്ദേഹം ചെയർപേഴ്സൺ ആകണമെന്ന് നാട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഭാര്യയിലൂടെ ആ സ്ഥാനം കിട്ടിയിരിക്കുന്നു. അത് ഈ പച്ചേരി ഫാറൂഖിന്റെ ഒരു വലിയ, അതായത് അദ്ദേഹത്തിന്റെ മാത്രമല്ല ഈ നാടിന്റെ ഒക്കെ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കൽ കൂടിയാണ്. ഏതായാലും ചരിത്രപരമായ ഒരുപാട് സംഭവങ്ങളിലൂടെ, ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിന് ഒടുവിൽ അങ്ങനെ വലിയ സ്ഥാനങ്ങൾ അദ്ദേഹത്തെ തേടി വരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയെ കൂടി തേടി വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കാലത്തിന്റെ കാവ്യനീതിയാണെന്ന് പറയാനേ പറ്റൂ. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jam June Hypermarket, exceeding expectations.